ഹലോ മക്കളെ, +1 എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ നിങ്ങൾ കടക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അല്ലേ? +1 എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ +1 എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് ഉണ്ട്. എപ്പോഴാണ് നീറ്റിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അത് ഇപ്പോഴാണോ, +1 തുടങ്ങുമ്പോഴാണോ, അതോ +2 കഴിഞ്ഞിട്ടാണോ, അതോ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആണോ, അതോ ഒരു വർഷം റിപ്പീറ്റ് ചെയ്താൽ മാത്രം ലഭിക്കുന്ന ഒന്നാണോ നീറ്റ്? അപ്പോൾ വിച്ച് ഈസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് നീറ്റ് പ്രിപ്പറേഷൻ? എങ്കിൽ അതിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ +1 തുടങ്ങി നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് നീറ്റ് പ്രിപ്പറേഷൻ. എങ്ങനെയാണ് നീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് NCERT ആണ് അല്ലേ? ഈ NCERTയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, തിയറി പാർട്ടെല്ലാം നന്നായിട്ട് പഠിക്കുക. നീറ്റ് എന്നതിൻ്റെയും ഏറ്റവും ബൈബിൾ എന്ന് പറയുന്നതും ഈ NCERT തന്നെയാണ്. അപ്പോൾ നീറ്റിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതേ തിയറി പാർട്ട് തന്നെയാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഒപ്പം നിങ്ങളുടെ അതിനകത്ത് നിന്നിരിക്കുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സസൈസ് ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ NCERT ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള, ഓരോ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അതുകൂടി വർക്കൗട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ MCQ വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സൈലത്തിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ സ്കൂൾ തുറന്നതേ ഉള്ളൂ അല്ലേ? അപ്പോൾ സ്കൂൾ തുറന്ന് കുറച്ചുകൂടി പോകുമ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് എങ്ങനെ ഇതിനെല്ലാത്തിനും കൂടി ടൈം മാനേജ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ടൈം മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ടൈം മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വളരെ മികച്ച ഒരു ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കണം. ഇപ്പോൾ ഒരിക്കലും നടക്കാത്ത ടൈം ടേബിൾ, ഇപ്പോൾ രാവിലെ 4 മണിക്ക് വെച്ചിട്ട് രാത്രി 12 മണി വരെ പഠിക്കുന്ന ഒരു ടൈം ടേബിൾ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നടക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കുന്നത്, രാവിലെയാണോ രാത്രിയാണോ കൂടുതൽ ടൈം നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളതും അവൈലബിൾ ആയിട്ടുള്ളതും നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങളുടെ ടൈം ടേബിൾ, നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ടൈം ടേബിൾ ആണ്. അത് ആരും ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. സോ ആ രീതിയിൽ വളരെ മികച്ച ഒരു ടൈം ടേബിൾ ആദ്യം ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അതിന് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ തിയറി പാർട്ട് പഠിക്കാനും MCQ ചെയ്യുവാനുള്ള സമയം അതിൽ അലൗട്ട് ചെയ്തിരിക്കണം. ഒരു ചാപ്റ്ററെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് 30 മുതൽ 50 വരെയുള്ള MCQs വർക്കൗട്ട് ചെയ്യാം. ബയോളജിയിലാണെങ്കിൽ 50 എണ്ണം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ കെമിസ്ട്രിയിലും ഫിസിക്സിലേക്കും വരുമ്പോൾ പ്രോബ്ലം സൈഡ് കൂടി വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് സമയം അതിന് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, അലൗട്ട് ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾ ഓരോ ചാപ്റ്ററിനും MCQ ചേർത്ത് പഠിച്ചു പോകണം. സ്വാഭാവികമായിട്ടും ഡിസംബർ ഒക്കെ എത്തുമ്പോൾ ആദ്യം പഠിച്ചതൊക്കെ നിങ്ങൾ മറന്നു പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു സൺഡേ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. ദെൻ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നമ്മുടെ ബോർഡ് എക്സാമിന്റെ സമയമാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലത്തേക്ക് നീറ്റ് പ്രിപ്പറേഷൻ ഒന്ന് പോസ് ചെയ്ത് വെക്കാം. അതിനുശേഷം ബോർഡ് എക്സാമിന് ശേഷം വീണ്ടും നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്തായിരിക്കും നമ്മുടെ 12th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12th ഇതുപോലെ തന്നെ നിങ്ങൾ ചാപ്റ്ററിനോടൊപ്പം തന്നെ എന്തും പ്രിപ്പയർ ചെയ്യുക. അപ്പോഴേക്കും നിങ്ങളുടെ 12th നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 12th നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പാറ്റേണിൽ തന്നെ നിങ്ങളുടെ തിയറിയോടൊപ്പം തന്നെ MCQ കൂടി പഠിക്കുന്ന രീതിയിൽ ക്ലാസ്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ടേബിൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. നമ്മൾ ഇത് കഴിഞ്ഞ്, അതായത് ഡിസംബർ ഒക്കെ ആകുന്ന സമയത്ത് ഈ 11th ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് പോവുക. ദെൻ 12th ബോർഡ് എക്സാമിന് ശേഷം പിന്നെ നമ്മുടെ അവസാന ലാപ്പിലേക്ക് നമ്മൾ എത്തുകയാണ്. പിന്നെ തകൃതിയായിട്ടുള്ളൊരു പ്രിപ്പറേഷൻസ്. ഈ അവസാന ലാപ്പിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് കൂടുതൽ കോൺഫിഡൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒപ്പം നമ്മുടെ സൈലത്തിൻ്റെ ഒരുപാട് നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് നടത്തുന്നുണ്ട്. അതെല്ലാം അറ്റൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും മോക്ക് എക്സാംസ് എത്രത്തോളം നിങ്ങൾ എഴുതുന്നു അത്രത്തോളം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വരും. നോക്കൂ, നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ വേർഡ് എന്താണെന്ന് അറിയാമോ? അതാണ് കൺസിസ്റ്റൻസി ഇൻ പെർഫോമൻസ്.
നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു ദിവസം നിങ്ങൾ നന്നായിട്ട് പഠിക്കും, പിന്നെ പതുക്കെ ആ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണമൊക്കെ പതുക്കെ കുറഞ്ഞു വരാൻ തുടങ്ങും അല്ലെ. ആ മടി നിങ്ങളിൽ നിന്ന് മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ 2 വർഷം വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് തിയറിയോടൊപ്പം തന്നെ നീറ്റ് പ്രിപ്പറേഷനും കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ഒരു കാര്യം ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് 2025 നടക്കുന്ന നീറ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നീറ്റിന്റെ പ്രിപ്പറേഷൻ എപ്പോഴാണ് തുടങ്ങേണ്ടത് ഇനി ആര് ചോദിച്ചാലും നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക. ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് +1 തന്നെയാണ്. നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് എല്ലാ സഹായവുമായിട്ട് എന്നും സൈലവും കൂടെ ഉണ്ടാകും.